തിരുവനന്തപുരത്തിന് കിഴക്കുള്ള പന്നിമല എന്ന സ്ഥലത്താണ് ജനിഷ എന്ന ഈ പെൺകുട്ടിയുടെ വീട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തലമുടി കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രത്യേക രോഗം ബാധിച്ച് മുഴുവൻ മുടിയും കൊഴിഞ്ഞുപോയ ജനിഷയുടെ തലയിൽ ഇന്ന് ഈ സമൃദ്ധമായ മുടി ഉണ്ടായതെങ്ങനെ എന്ന കഥ ജനിഷ നമ്മോട് വിവരിക്കുകയാണ്. വിഷാദമൂകമായ രാത്രികളിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിരാശ നിറഞ്ഞ ജനിഷയുടെ ഹൃദയവിചാരങ്ങളിൽ ദിവ്യ വെളിച്ചമായി പ്രാർത്ഥനകൾക്കുത്തരമായി ദൈവം വെളിപ്പെട്ട അത്ഭുത സാക്ഷ്യം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ശരീരത്തിലായിട്ട് ആദ്യമായിട്ടൊരു അസ്വസ്ഥത വരുവാനായിട്ടിടയെത്തിരുന്നത്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ടും എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ആദ്യം ഒരു ചൊറിച്ചിലിൻ്റെ അസ്വസ്ഥത എൻ്റെ ശരീരത്തിലോട്ട് വരുവാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ ആ ചൊറിച്ചിലിൻ്റെ അസ്വസ്ഥത വന്നപ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അത് കുറേ ദിവസങ്ങൾ കഴിയും തോറും കൂടുതലായി അനുഭവപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ ശരീരത്തിൽ വേറൊരു ഭാഗത്തും വരാതെ കൈമുട്ടിന് താഴെയും കാൽമുട്ടിന് താഴെയും മാത്രമേ വരത്തുള്ളൂ ആ ചൊറിച്ചിൽ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ചൊറിച്ചിൽ നന്നായിട്ട് സ്പ്രെഡ് ആകുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു കുഴപ്പവുമില്ല. ESRൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ESR വേണ്ടത് 5 അല്ലെങ്കിൽ 10% വേണ്ടത്. പക്ഷേ എൻ്റെ ശരീരത്തിൽ 180% അങ്ങ് നിൽക്കുവാണ്. പക്ഷേ ഡോക്ടേഴ്സിന് വേറൊരു കുഴപ്പം പറയാനായിട്ട് പറ്റിയില്ല. ESR വന്നെന്നും പറഞ്ഞു ഇങ്ങനെയൊന്നും വരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവ് കാണുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. എനിക്കത് ശരീരത്തിൽ അങ്ങനെ വന്നപ്പോഴൊന്നും ഞാൻ അത്ര അത് വലിയ സങ്കടമായിട്ട് എടുത്തില്ല. കാരണം വെറും ഒരു ചൊറിച്ചിലിൻ്റെ അനുഭവമായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് ഞാൻ കരുതി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ചൊറിച്ചിലിൻ്റെ അനുഭവം കഴിഞ്ഞിട്ട് പതുക്കെ എൻ്റെ മുടി കൊഴിയാനായിട്ട് ഇടയെത്തിയിരുന്നു. ഈ മുടി കൊഴിയുന്ന സമയം ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഫൈനലിൻ്റെ എക്സാം തുടങ്ങുന്ന ടൈമല്ലായിരുന്നു. മോഡലൊക്കെ എക്സാമൊക്കെ തുടങ്ങുന്ന ആ സമയത്തായിരുന്നു. എൻ്റെ മുടി ഇങ്ങനെ പതുക്കെ കൊഴിയുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അപ്പോൾ മുടി കൊഴിയുന്ന സമയം ഞാൻ വിചാരിച്ചു വല്ല മുടി കൊഴിച്ചിലായിരിക്കാം, അത് കുറേ ദിവസം കഴിയുമ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞങ്ങളിങ്ങനെ ആശുപത്രി കാണിക്കുമായിരുന്നു. അവർക്ക് ഡോക്ടേഴ്സിന് ESRൻ്റെ അസ്വസ്ഥതയല്ലാതെ വേറൊരു കുഴപ്പവും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ മുടി കൊഴിച്ചിലായപ്പോഴേക്കും അവർ മുടിയുടെ ചെക്കപ്പ് തുടങ്ങുവാനായിട്ടിടയായിത്തീർന്നു. അവർക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കുവാനായിട്ട് പറ്റുന്നതല്ലാതെ മുടിയുടെ ചെക്കപ്പ് തുടങ്ങുവാനായിട്ടിടയായിത്തീർന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും എൻ്റെ മുടി ഇങ്ങനെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുവാനായിട്ടിടയായിത്തീർന്നു. കൊഴിഞ്ഞ് ആദ്യം എൻ്റെ പുറകു സൈഡ് അത്രയും കൊഴിയുവാനായിട്ടിടയായിത്തീർന്നു. ആ മുടി കൊഴിഞ്ഞതിന് ശേഷം തലയിൽ നിന്ന് ഇങ്ങനെ റൗണ്ടിലായിട്ട് കൊഴിയുവാനായിട്ടിടയായിത്തീർന്നു. ഇതിങ്ങനെ കൊഴിഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ ഇത് കണ്ടിട്ട് അവർ മുടി വെട്ടിവിടുവാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ വെട്ടിവിട്ടാൽ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുമെന്ന് പറയുന്നതല്ലാതെ വെട്ടിവിട്ടതിന് ശേഷം അങ്ങനെ മുടി കൊഴിച്ചിലൊന്നും നിൽക്കുവാനായിട്ടിടയായിത്തീർന്നില്ല. കൂടുതലായിട്ട് കൊഴിയുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ മുടിയും കൂടെ പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി തുടങ്ങി. അപ്പോഴും ഞങ്ങൾ ആശുപത്രി കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഡോക്ടർ ഈ മുടിയുടെ അസ്വസ്ഥത വന്നതിനായി തുടർന്ന് അവർ വേറെ ചെക്കപ്പ് തുടങ്ങുന്നതല്ലാതെ എനിക്കൊരു മെഡിസിൻ അവിടെ തരുവാനായിട്ടിടയായിത്തീർന്നില്ല. വൈറ്റമിൻസിൻ്റെ ഗുളികയൊക്കെ തരുന്നതല്ലാതെ വേറൊരു ഗുളികയും തരുന്നില്ല. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടാവുന്ന ഈ വ്രണങ്ങളൊക്കെ വെള്ള കളറിൽ വന്നിട്ട് പൊട്ടി നന്നായിട്ട് വൃത്തികേടായിട്ട് ബ്ലഡും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ പായാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് അത് കയ്യിൽ വന്നത് മാത്രമല്ല, അങ്ങനെ നാവിനകത്തും വരുവാനായിട്ടിടയായിത്തീർന്നു. നാവിനകത്ത് വരുമ്പോഴേക്കും എനിക്കൊരു ഫുഡ് പോലും അകത്തോട്ട് കഴിച്ചിറക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്ക് വിശപ്പുണ്ട് കഴിക്കാനായിട്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അങ്ങനെ അടിയൻ്റെ നാവിനകത്ത് ഫുള്ള് വ്രണങ്ങളാൽ നിറഞ്ഞ് അടിയന് ഒരു സാധനം പോലും അകത്തോട്ട് കഴിച്ചിറക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആശുപത്രിയിൽ പോയി കാണിക്കുമ്പോൾ അവർ പറയുക നമുക്ക് അസുഖം കണ്ടുപിടിക്കാണ്ട് വേറൊരു മെഡിസിനും തരുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ വായ്ക്കകത്തുള്ള ഈ വ്രണങ്ങളൊന്ന് മാറുവാനെങ്കിലും മെഡിസിൻ തരണമെന്ന് ഞാൻ ഡോക്ടറോട് നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് വേറെ വല്ല മെനക്കേടാവും, അതുകൊണ്ട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാതെ നിനക്ക് മെഡിസിൻ തരുവാനായിട്ട് കഴിയത്തില്ല. ആദ്യം ഇവിടെ നിന്ന് ഒരുപാട് ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചു വിട്ട് അവസാനം മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ചികിത്സ ഫുള്ളും. അവരെനിക്ക് വൈറ്റമിൻസിൻ്റെ ഗുളിക തരുന്നതല്ലാതെ
വേറെ ഒരു മെഡിസിനും തരുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. അങ്ങനെ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കയ്യിൽ വ്രണങ്ങൾ വന്നപ്പോൾ പോലും എനിക്ക് ഇത്ര സങ്കടം വന്നു തുടങ്ങിയില്ല. പക്ഷേ എൻ്റെ മുടി കൊഴിഞ്ഞപ്പോഴേക്കും എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടമായി. എങ്കിലും എനിക്ക് സമൂഹത്തിന് മുന്നിലോട്ട് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ കരുതി ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും, ഫ്രണ്ട്സൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്നൊക്കെ കരുതി. അപ്പോൾ ഞാൻ കൂടുതലും സ്കൂളിൽ ബോയ്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അവരൊക്കെയാണ് കൂടുതലായിട്ട് കളിയാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പഠിച്ചിരുന്ന സ്കൂള് 10ാം ക്ലാസ് പഠിച്ചിരുന്നത് VPHSS വെള്ളറുടെ സ്കൂളിലാണ്. അവിടെ ഗേൾസ് മാത്രമുള്ള ക്ലാസ്സിനകത്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും ബോയ്സിനെ കാണാണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ക്ലാസ്സിനകത്തോട്ട് എത്തിച്ചെല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ വഴി വെച്ച് ഒരുപാട് ബോയ് ഫ്രണ്ട്സൊക്കെ എന്നെ കണ്ടു. പക്ഷേ അവരൊന്നും എന്നെ കളിയാക്കുകയോ ഒന്നും ചെയ്യാണ്ട് അവരെന്നോട് കുറച്ച് മോട്ടിവേറ്റ് തന്നിട്ട് പറഞ്ഞു, ആരുടെ ലൈഫിലായാലും ഇങ്ങനത്തെ ഒരു അസുഖം വരും, ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് വരാമെന്ന് പറഞ്ഞ് അവർ മോട്ടിവേറ്റ് മാത്രമാണ് ചെയ്തത്. പക്ഷെ അവരെന്നെ കളിയാക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിനകത്തോട്ട് കയറിയപ്പോൾ ഫുള്ള് ഗേൾസാണ്. അവരെന്നെ കണ്ട പാടെ എന്നോട് അടുത്ത് വരികയോ എന്നോടൊന്ന് മിണ്ടുകയോ ഒന്നും ചെയ്യാണ്ട് അവർ നന്നായിട്ട് അകലം പാലിച്ച് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർക്ക് കാരണം എന്നെ കണ്ട അത്രയ്ക്ക് ഞാനൊരു വികൃത രൂപീനെ പോലെ ആയിത്തീർന്നു. എൻ്റെ കയ്യിലും കാലിലും വ്രണങ്ങളാൽ നിറഞ്ഞ് തലയിൽ ഒരു രോമം പോലും ഇല്ലാതെ ഞാനൊരു വികൃത രൂപീനെ പോലെ, പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട് ഞാൻ മെലിഞ്ഞ് കൂനി ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു അകൽച്ചയായിരുന്നു. എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യാനോടിടയായിത്തീർന്നു. അപ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു 4-5 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറയുമ്പോൾ എന്തൊരാവശ്യത്തിനും എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കും. വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങി വരും. നമ്മൾ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുമിച്ചൊക്കെ പോകുന്നൊരു ഫ്രണ്ട്സായിരുന്നു. എല്ലാത്തിനും ഫ്രണ്ട്സാണ് എന്ന ഒരു ഇതിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു അവരെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചുവെങ്കിലും അവർ കൂടുതലായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് ഇതുവരെ മുടി കൊഴിഞ്ഞപ്പോൾ പോലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ മാനസികമായിട്ട് അസ്വസ്ഥതയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫ്രണ്ട്സ് എന്നെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ അവരെന്നോട് പറയുക, നീ എന്തോ എനിക്ക് മുടി ഇതുവരെ ഉണ്ടായിരുന്നു, ആദ്യം 10ാം ക്ലാസ്സിൽ മുന്നേ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മുടി എന്ന് പറഞ്ഞാൽ ഒരു ചുരുണ്ടിട്ടുള്ളൊരു മുടിയാണ്. അപ്പോൾ ആ പിള്ളേർ എന്നോട് പറയുക, നീ കൂടുതലായിട്ട് വളരുവാൻ വേണ്ടിയിട്ട് മുടിയിൽ എന്തോ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നിനക്ക് പറ്റിയത്, അല്ലാതെ നിനക്കൊരു കുഴപ്പമില്ല. അതുപോലെ എന്തോ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കയ്യിലൊക്കെ വ്രണങ്ങളൊക്കെ വന്നത്, അല്ലാതെ നിനക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വരുവാൻ കാരണം ഇങ്ങനത്തെ മെഡിസിൻ യൂസ് ചെയ്തത് കൊണ്ടാണെന്ന് എന്നോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ അതൊക്കെ സ്വാഭാവികം ഓരോ ഫ്രണ്ട്സും പറയുവാനായിട്ട് ഇടയായിത്തീർന്ന കാര്യങ്ങളാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ശാരീരിക പ്രയാസങ്ങളാൽ മനം മടുത്ത് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചുപോയ ദിനരാത്രങ്ങളെ അതിജീവിച്ച ജനിഷയുടെ ജീവിതാനുഭവങ്ങൾ അതിതീവ്രമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനായിട്ട് ഇടയായിത്തീർന്നു, ഞാനൊരു കെമിക്കൽ യൂസ് ചെയ്തതൊന്നുമല്ല, ഇതെനിക്ക് വൈറ്റമിൻസിൻ്റെ എന്തോ കുറവ് കൊണ്ടിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ അവരാരും അത് മനസ്സിലാക്കുന്നില്ല, എന്നെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ സ്കൂളിലോട്ട് പോകുവാനായിട്ട് മടിയായിത്തീർന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ടീച്ചേഴ്സ് പിറ്റേ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ജനീഷ മോൾക്ക് ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയുണ്ട്, അവളെ ആരും ശല്യപ്പെടുത്തരുത്, എല്ലാവരും അവളോട് നല്ല കൂട്ടായിരിക്കണം, മോട്ടിവേഷനൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ പിള്ളേരും അപ്പോഴത്തെ സപ്പോർട്ടിൽ നന്നായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ടീച്ചർ പോകുന്ന സമയത്ത് എൻ്റെ ബെഞ്ചിലിരിക്കുന്ന ഫ്രണ്ട്സ് ആയാലും ടീച്ചർ പോകുന്ന സമയത്ത് വേറെ ബെഞ്ചിലൊക്കെ പോയിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറിനാണ് അറിയാം ഇത്രയും പിള്ളേർ എൻ്റെ ബെഞ്ചിലുണ്ടെന്ന്. പക്ഷേ വേറെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിന് അത് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ആ ടീച്ചർ കയറി വരുമ്പോൾ എൻ്റെ ബെഞ്ചിൽ ആളില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയാം അവിടെ ആരും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവർ പറയുന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കാനോ അവർ പറയുന്നത് എന്താണെന്ന് പോലും അവർ പഠിപ്പിക്കുന്നത് പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. എൻ്റെ ഒരു ടെൻഷൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും
എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞു എനിക്കിനി സ്കൂളിൽ പോകാനായിട്ട് പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ടേക്ക് ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ടീച്ചറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ശരിയാ, അവൾക്ക് എക്സാം തുടങ്ങുന്ന സമയത്ത് സ്കൂളിൽ വിട്ടാൽ മതിയാവും, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് അങ്ങനെയായി. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് ആകുവാനായിട്ട് ഇടയെത്തിയിരുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കൂളിരുന്നതാ നല്ലതെന്ന് തോന്നിപ്പോയി. കാരണം വീട്ടിൽ വന്ന് ഞാൻ ഒരു റൂമിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിപ്പോയി. വീട്ടുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ആ മാനസികാവസ്ഥയിൽ ഞാൻ എൻ്റെ റൂമിനകത്ത് പോയി ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. എനിക്ക് ഫുള്ളൊരു ചിന്ത, ഇനി എൻ്റെ ലൈഫിൽ എനിക്കിനി മുടി വളരത്തില്ല, എൻ്റെ ദേഹത്തുള്ള ഈ പാടുകൾ മാറത്തില്ല, എനിക്കിനി ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ ഒറ്റ ചിന്തയായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇനി എനിക്ക് സ്കൂളിലോട്ട് ഒരിക്കലും പോകത്തില്ല, ഇത് മാറാതെ ഒരിക്കലും പോകത്തില്ല, ഞാനിനി ഒരു കാര്യം ചെയ്യും, ഇനി എൻ്റെ ലൈഫിൽ ഒരു ആത്മഹത്യ ഒരു പ്രേരണ എൻ്റെ മനസ്സിലോട്ട് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഒറ്റ ചിന്ത എന്ന് പറഞ്ഞത് ആത്മഹത്യ ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായി ഫ്രണ്ട്സോ ഈ ലോകത്തുള്ള മനുഷ്യരോ ഒന്നുമല്ല. എങ്കിലും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്തായാലും എൻ്റെ അസുഖം മാറ്റുമെന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ വിശ്വാസം എന്നിൽ നിന്ന് പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന ഒരു ഒറ്റ തീരുമാനമായിരുന്നു. അങ്ങനെ ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ പോയിരുന്നു. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പിറുപിറുക്കുമായിരുന്നു, ദൈവമേ നീ എന്നെ എന്തിനാണ് ഈ ലോകത്തേക്ക് ഇങ്ങനെ അയച്ചത്, എന്നെ ഒരു കുഞ്ഞ് പ്രാണിയായിട്ട് വല്ലതും അയച്ചിരുന്നെങ്കിൽ ഇത്രയും മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് ഞാനിങ്ങനെ സങ്കടപ്പെടത്തില്ലായിരുന്നല്ലോ, എൻ്റെ ജീവൻ ഇങ്ങനെ വയ്ക്കാണ്ട് എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ പ്രാണനെ ഈ ലോകത്തു നിന്ന് എടുക്കണേന്ന് ഞാൻ പറഞ്ഞ് സങ്കടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടപ്പെടുവാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ അങ്ങനെ ഇരുന്നുവെങ്കിലും വല്ല ഫങ്ഷനൊക്കെ കല്യാണ ഫങ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുമായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെ കല്യാണ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അമ്മയുടെ ബന്ധുക്കൾ കണ്ടിട്ട് അമ്മേനെ കൂടുതലായിട്ട് എല്ലാവരും ഷൗട്ട് ചെയ്ത് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അമ്മ എന്തോ എന്നെ ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ വന്നത്, വല്ല കെമിക്കൽസൊക്കെ എന്നിൽ യൂസ് ചെയ്ത് നോക്കിയതാണ് ആദ്യം എനിക്ക് പറ്റിയത്. പക്ഷേ ഞാൻ തേക്കുന്ന എണ്ണ എന്നെ അമ്മ തേക്കുന്നു, പക്ഷെ അവരെ മുടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് അമ്മയോട് കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആരോടും സംസാരിക്കത്തില്ല, തല ഇങ്ങനെ കുനിച്ചു വച്ച് നടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ മാസയോഗമൊക്കെ നടക്കുമ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ കുഞ്ഞു പിള്ളേർക്ക് വാരി കൊടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കണമെന്നൊന്നും അറിയത്തില്ല. അമ്മ എനിക്ക് വായ്ക്കകത്ത് വാരി വെച്ച് തരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവരൊക്കെ പറഞ്ഞത് എനിക്ക് അപ്പോഴത് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ട് നിന്ന് എല്ലാവർക്കും അത്ഭുതമായി. ഞാൻ പാടുന്ന ഒരു കുട്ടിയായിരുന്നു. എനിക്ക് പാട്ട് പാടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അനേക പരസ്യയോഗങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ പാടുവാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പകുതിയിലൊക്കെ വച്ച് വരികൾ മറന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ എനിക്ക് എന്തോന്ന് പാടണമെന്ന് അറിയത്തില്ല. അങ്ങനെ പകുതിയിൽ വെച്ച് മറക്കുന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ പാട്ട് പാടുന്ന കുട്ടിയായിരുന്നില്ല, ഈ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഫുഡ് പോലും കഴിക്കാറുണ്ട് എന്ന് അങ്ങനെ ഒരുപാട് പേര് എന്നെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്കപ്പോഴുള്ള ഒറ്റ ലക്ഷ്യം എനിക്ക് ജീവിക്കേണ്ട, ഞാൻ എന്തോന്ന് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതണം. പരീക്ഷ അടുത്ത മാസം വല്ലതുമായിരിക്കും. പക്ഷെ ഞാൻ ഇന്നേ രാത്രി ഒരു 2 മണിയൊക്കെ 1 മണി 1:30 ആകുമ്പോഴേക്കും ബാഗൊക്കെ എടുത്തിട്ടുകൊണ്ട് സ്കൂളിലോട്ട് പോകുവാനായിട്ട് വേണ്ടി ഇറങ്ങി ഒത്തിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയം എന്തോ ഒരു ഭാഗ്യത്തിന് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുകൊണ്ട് സ്കൂളിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ രാത്രി സമയം തന്നെ എനിക്ക് ഇറങ്ങി തിരിക്കണമെന്ന ഒറ്റ ചിന്തയായിരുന്നു. അപ്പോൾ അവരെന്നെ പിടിച്ച് വീട്ടിനകത്തൊക്കെ കൊണ്ടുപോയി കതവൊക്കെ ലോക്ക് ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് തന്നെ കുളിക്കും, ആ ഡ്രസ്സിൻ്റെ പുറത്തൂടെ തന്നെ യൂണിഫോം എടുത്തിട്ടുകൊണ്ട് ബാഗും എടുത്തിട്ടുകൊണ്ട് ഇറങ്ങി ഓടുന്നൊക്കെ ഒരവസ്ഥയിലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതണമെന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയാലും സ്കൂളിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് ഓടണം എന്ന ഒറ്റ ചിന്തയിലായിരുന്നു. എൻ്റെ പള്ളിയിൽ എനിക്ക് വേണ്ടിയിട്ട് 14 ദിവസം എനിക്ക് വേണ്ടി മാത്രം പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
പള്ളിയിലുള്ള എല്ലാ പേരും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥന വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ 14 ദിവസവും ഞാൻ പള്ളിയിലോട്ട് തന്നെ 14 ദിവസം പള്ളിയിൽ തന്നെ താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് ആ പള്ളിയിലുള്ള വിശ്വാസികളും പാസ്റ്ററും സേഫാൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റിയും പാസ്റ്റർ രാജേഷ് എന്ന് പറഞ്ഞ പാസ്റ്ററും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. മാത്രമല്ല ആ സഭയിലുള്ള ഒരുപാട് സഭ അംഗങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു രാത്രി 1:30 കഴിയുമ്പോഴേക്കും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതത്തില്ല എന്നൊരു ചിന്തയിലായിരുന്നു എനിക്ക്. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ നന്നായിട്ട് ദൈവം എഴുതുവാനായിട്ട് നന്നായിട്ട് സഹായിച്ചു. എനിക്ക് ഓർമ്മയൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ വെച്ചായിരുന്നു പരീക്ഷ എഴുതുവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടിരുത്തിയിരുന്നത്. പക്ഷേ ഞാൻ പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് ആ കൊച്ചിനോട് പറയും, എൻ്റെ പരീക്ഷ എന്തിനാ നീ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ കൊച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു. എങ്കിലും 10ാം ക്ലാസ് പരീക്ഷയൊക്കെ വലിയ അതിശയകരമായിട്ട് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് വേണ്ടി പള്ളിയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, പിന്നെ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിലായിരുന്നു താമസിച്ചത്, പള്ളിയിലായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെനിക്ക് ഓർമ്മയില്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ആൻറ്റി ആയിരുന്നു പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ഫുഡ് വാരി തരാനായാലും കുളിപ്പിക്കാനായാലും ഡ്രസ്സ് മാറ്റാനായിരുന്നാലും എല്ലാ ആൻറ്റി ആയിരുന്നു എന്നെ സഹായിച്ചുകൊണ്ടിരുന്നതും. പാസ്റ്ററും അവിടുത്തെ എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. മാത്രമല്ല സംഘടനയുടെ കീഴിൽ ഒരുപാട് പാസ്റ്റർമാർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ഇടയായിത്തീർന്നു. അങ്ങനെ കുറേ നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ആ വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ അവസ്ഥയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴൊക്കെ ഞാൻ മാനസികാവസ്ഥയിലൊക്കെ ദൈവത്തെ ഒരുപാട് പിറുപിറുത്തു. ദൈവമേ, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിലൊക്കെ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വെക്കേഷനൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കെന്തോ ഒരു നേരത്തേനും കാട്ടി ഒരുപാട് വ്യത്യാസങ്ങൾ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ ശരീരത്ത് എന്തൊക്കെയോ എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു. ഫുഡ് കഴിക്കാനായാലും അങ്ങനെയൊക്കെ എനിക്ക് പതുക്കെ ഓരോ ഓർമ്മകളൊക്കെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു സംഭവം എന്ന് പറയുന്നത് സഫയുടെ ഒരു ശ്രദ്ധയേറിയ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് എനിക്ക് അപ്പോഴൊക്കെ ആ ചേഞ്ച് വന്ന് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ആ ചേഞ്ച് എനിക്ക് പതുക്കെ വന്ന് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ പഴയതൊക്കെ എനിക്ക് പതുക്കെ ഓർമ്മ വന്നിട്ട് തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും സമൂഹത്തിന് മുന്നിലോട്ട് ഇറങ്ങണം. അപ്പോഴൊന്നും എനിക്ക് ഒട്ടും മുടിയൊന്നും ഇല്ലായിരുന്നു, മുടി വളരത്തില്ലായിരുന്നു. ഞാനൊരു തൊപ്പി വെച്ചിട്ട് സമൂഹത്തിന് മുന്നിലോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോഴും എന്നെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഒരുമാതിരി അവോയ്ഡൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഞാൻ അതൊക്കെ തരണം ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ MRI സ്കാനൊക്കെ ഡോക്ടർ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണുവാൻ ഇടയായിത്തീർന്നത് എന്നെക്കാട്ടിയും ഒരുപാട് കുഞ്ഞു പിള്ളേർ, എന്നെക്കാട്ടിയും കല്യാണപ്രായമായ ചേച്ചിമാർ വരെ എൻ്റെ ഇതേ അസുഖത്താൽ ഭാരപ്പെട്ട് അവർക്കൊക്കെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇത്രയെങ്കിലും സുഖം വന്നെങ്കിലും അവർക്ക് മെഡിസിൻ പോലും കണ്ടുപിടിക്കാത്ത ആ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് കൊച്ചു കുട്ടികളെ, ഒരുപാട് യൂത്തിനെ എനിക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഇത്രയും ഇവരിൽ നിന്നൊക്കെ അതിശയകരമായിട്ട് എന്നെ ഇതുവരെ നിർത്തിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ ഞാൻ അവരോട് ഞാൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞ എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാണ്ട് ഒരുപാട് പറഞ്ഞു പോയി. ദൈവമേ, എന്നെ എന്തിനായി ലോകത്തേക്ക് അയച്ചത്? എനിക്കെങ്ങനെയെങ്കിലും എനിക്ക് ഇത്രയും സൗഖ്യം തന്നതിനായി നന്ദി പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അതുവരെ എനിക്ക് ബൈബിളോ അങ്ങനെയൊന്നും വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരിക്കുമ്പോഴേക്കും എനിക്കെന്തോ ഒരു വല്ലാത്തൊരു സമാധാനം വന്ന പോലെ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ദൈവമേ, എൻ്റെ കുറവുകളൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കൊരു സുബോധമൊക്കെ പതുക്കെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ ബൈബിൾ പോലും കൈകൊണ്ട് എടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ബൈബിൾ എടുക്കുന്ന സമയത്ത് 120 സങ്കീർത്തനം ഞാനെടുത്ത് വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കഷ്ടതകൾ ഞാൻ യഹോവയോട് പറഞ്ഞു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു എന്നൊരു സങ്കീർത്തനമായിരുന്നു. ഈ ഒരു സങ്കീർത്തനം വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ആ ഒരു സങ്കീർത്തനം വായിച്ചപ്പോൾ ആ സങ്കീർത്തനം എന്നോട് എന്തോ ഭയങ്കരമായിട്ട് ഇടപെടും പോലെ എനിക്ക് എന്നോട് ഭയങ്കരമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് വരെ ഒന്നുമല്ല എന്നെ ഇതുവരെ നിർത്തി എനിക്ക് ഇത്രയും ഒരു ജീവിതം കൂടി ദൈവം എനിക്ക് തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ
ഒരുപാട് നന്ദി പറയാനായിട്ടിടയെത്തിയിരുന്നു. മാത്രമല്ല ആ സങ്കീർത്തനത്തിൽ തന്നെ ഞാനൊരു പാട്ട് എഴുതുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അതിൻ്റെ 4 വരികൾ ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ കഷ്ടതകൾ ഞാൻ യഹോവയോട് പറഞ്ഞു, അവൻ എനിക്കുത്തരം തന്നുവല്ലോ, ഉത്തരം തന്നുവല്ലോ. എൻ്റെ കഷ്ടതകൾ ഞാൻ യഹോവയോട് പറഞ്ഞു, അവൻ എനിക്കുത്തരം തന്നുവല്ലോ, ഉത്തരം തന്നുവല്ലോ. വ്യാജമുള്ള തരത്തെയും വഞ്ചനയുള്ള നാവിനെയും ദൈവം തകർത്തു കളഞ്ഞു. എൻ്റെ ദൈവമേ, നിനക്കു സ്തോത്രവും സ്തുതിയും. ഇങ്ങനൊരു പാട്ട് എഴുതുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നെ എനിക്ക് സമൂഹത്തിന് മുന്നിൽ എന്നെപ്പോലെ അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരെനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ മനസ്സിൽ തോന്നൽ ഇങ്ങനെ വന്നു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് ഇടപെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാൻ ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിച്ച ഒരേ കാര്യം ഇതാണ്. ഞാൻ 2 കാര്യങ്ങളിൽ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. എനിക്കിനി അഡ്മിഷൻ കിട്ടുന്ന സ്കൂളെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച ഒരു സ്കൂളായിരിക്കല്, വേറൊരു സ്കൂൾ, എന്നെ പോലും അറിയാത്ത പിള്ളേരുള്ള സ്കൂളായിരിക്കണം. പക്ഷേ ആ സ്കൂളിൽ കിട്ടുമ്പോഴേക്കും അവിടുത്തെ പിള്ളേർ എന്നോട് ഈ പഴയ സ്കൂളുള്ള പിള്ളേരെ പോലെ നിൻ്റെ മുടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാനിട വരരുത്, അതിനുള്ള ഒരു ഇട വരുത്തരുത്. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഒരു മുടി വളരണമെന്നൊരു ഒറ്റ പ്രാർത്ഥനയായിരുന്നു. മെയിനായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് ആ സ്കൂളിൽ വേണ്ട. എനിക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ഒന്നും അല്ലെന്ന് ആയി തോന്നി. പിന്നെ എൻ്റെ ഒരു ഒറ്റ പ്രാർത്ഥനയായിരുന്നു, എനിക്ക് എന്നെ അറിഞ്ഞുകൂടാത്തൊരു സ്കൂളിൽ കിട്ടണമെന്നതായിരുന്നു. അങ്ങനെ സ്കൂളൊക്കെ തുറന്നു. എനിക്ക് അമ്പൂരി സ്കൂളാണ് അഡ്മിഷനായി കിട്ടിയത്. അവിടെ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു അത്ഭുതം പോലെ അനുഭവപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം ഇത്ര നന്നായിട്ട് കേട്ടു. എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തുവല്ലോ. അവിടുത്തെ ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരു ഫ്രണ്ട്സിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പഠിച്ച ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട്സും അല്ലായിരുന്നു, എല്ലാം പുതിയ ഫ്രണ്ട്സായിരുന്നു. പക്ഷേ അവിടെ വെച്ച് എനിക്ക് മുടിയുടെ ഒരു ചിന്തയല്ലായിരുന്നു. അവിടെ ഞാൻ പോയി കയറിയപ്പോഴേക്കും അവിടുത്തെ പിള്ളേരെന്നോട് ചോദിച്ചു, ജനീഷ, ഈ മുടി നിനക്ക് ഇതെങ്ങനെ വന്നു ഈ മുടി? അപ്പോൾ എനിക്ക് ആ +1 അഡ്മിഷനായപ്പോൾ ഒരു ബോയ് കട്ട് ഹെയർ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്ര നല്ല സ്ട്രെയിറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള മുടി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതെനിക്ക് നാച്ചുറലായിട്ട് കിട്ടിയതാണ്. ഞാൻ അവരോട് എൻ്റെ സ്റ്റോറി പറയേണ്ടെന്ന് കരുതി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പോഴെൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു, സ്കൂള് തുറക്കുമ്പോൾ എനിക്ക് നല്ലൊരു സ്ട്രെയിറ്റ് മുടിയായിരിക്കണം, ആര് കണ്ടാലും ചോദിക്കണം, നീ എവിടെ നിന്ന് പോയി സ്ട്രെയിറ്റ് ചെയ്തതാ എന്ന് ചോദിക്കണം. അങ്ങനെ ഒരുപാട് പിള്ളേർ എന്നോട് വന്ന് ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സ്ട്രെയിറ്റ് ഒന്നും ചെയ്തതല്ല, എനിക്ക് അല്ലാതെ നാച്ചുറലായിട്ടുള്ള മുടിയാണെന്ന് പറഞ്ഞു. ഞാൻ അതങ്ങനെ വെട്ടിയതാണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ അങ്ങനെ ഓന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരാൾ ഇടപെട്ടു, നിന്നെ ദൈവം സൗഖ്യമാക്കിയ കാര്യം നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഇതേപോലെ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങാൻ പറ്റാത്ത അനേക തലമുറകളുണ്ട്, അപ്പോൾ അവരൊക്കെ ഒരു പ്രചോദനം ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു കൊച്ചിനോട് നന്നായിട്ട് ചങ്ങാത്തം കൂടിയിട്ട് ആ കുട്ടിയോട് എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ദൈവം ഇത് നീ നിൻ്റെ അനുഭവം വേറെ ആരോടും പറയരുത്, നീ പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിന്നെക്കുറിച്ച് വേറെ വല്ലതും ചിന്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിയെന്ന് വിചാരിച്ചിട്ട് NSSൻ്റെ ഒരു 7 ദിവസത്തെ ക്യാമ്പ് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ നല്ലൊരു ഫീഡ്ബാക്കും പറയണം, സാഡായിട്ടുള്ള ഫീഡ്ബാക്കും പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് പറയാനായിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ സ്റ്റേജിൽ പോയിട്ട് മൈക്ക് എടുത്തപ്പോൾ എനിക്ക് പറയാൻ കിട്ടിയത് എൻ്റെ ഈ മുടി പോയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരുപാട് പിള്ളേർ 2-3 പിള്ളേരൊക്കെ എന്നോട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് ഇടയായിത്തീർന്നു. അവരൊക്കെ ഇതിനെക്കാട്ടിയും വേറൊരു വലിയ രോഗങ്ങളിലായിട്ട് അകപ്പെട്ട് എങ്ങനെ സമൂഹത്തിന് മുന്നിൽ പറയണമെന്നറിയാതെ ഒരവസ്ഥയിലായിരുന്നു അവർ കഴിഞ്ഞു വന്നിരുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരുപാട് പിള്ളേർ അവരുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്നൊക്കെ
അവരെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ മുടീനെ കുറിച്ച് പുറത്തുനിന്ന് ഒരു ആൻറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴേക്കും എന്നോട് വന്ന് ചോദിച്ച്, മോളിങ്ങനെ ഉൾഫ് കട്ട് ചെയ്തിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ എത്ര രൂപയായെന്ന് എന്നോട് ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സ്ട്രെയിറ്റ് ഒന്നും ചെയ്താൽ എനിക്ക് ദൈവം തന്ന മുടിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഒരുമാതിരി പറഞ്ഞു, നീ നിൻ്റെ ഫാഷൻ പുറത്തുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചു. സാരമില്ല, അവരിങ്ങനെ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉൾഫ് കട്ട് എന്ന് പറഞ്ഞാൽ എന്നതാന്ന് പോലും അറിയത്തില്ല. ഞാൻ അങ്ങനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഉൾഫ് കട്ട് എന്തിനാണെന്ന്. പക്ഷേ അവരോട് അങ്ങനെ പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല. പിന്നീടുള്ള എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി അനേകരോട് എൻ്റെ അനുഭവം പറയണമെന്നതാണ്. ഇതുപോലെ തന്നെ എന്നെക്കാട്ടിലും രോഗത്താലും എന്നെക്കാട്ടിലും സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ഇറങ്ങണമെന്ന് പോലും അറിയാതെ ഒരുപാട് പേരിങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വസ്തയോടെ ഏത് കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറയുന്നു. എൻ്റെ കഷ്ടതകൾ ഞാൻ യഹോവയോട് പറഞ്ഞു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു എന്ന ബൈബിൾ വാക്യത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച ജനിഷയുടെ ജീവിതത്തിൽ പിന്നീട് ദൈവം ചെയ്തത് അത്ഭുതങ്ങളായിരുന്നു. ജനിഷയുടെ ഈ അത്ഭുത സാക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എന്നെ അനുദിനം